മമ്മൂട്ടിയാണ് ബെസ്റ്റ് ആക്ടർ. മമ്മൂട്ടി നാഷണൽ അവാർഡ് 4 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് മമ്മൂട്ടി ഒരു അന്യായ ആക്ടറാണ്. കൊട്ടത്തേങ്ങ. മമ്മൂട്ടി ഞാൻ എൻ്റെ ലൈഫിൽ സിനിമ കണ്ട് തുടങ്ങിയിട്ട് ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും വലിയ ആക്ടറാണ്. ഏറ്റവും നല്ല ആക്ടറാണ്. ഏറ്റവും സ്കിൽഡ് ആക്ടറാണ്. പുള്ളിക്കൊരു അവാർഡിൻ്റെ ആവശ്യമില്ല. ഒരു മലയാളിക്കും ഒരു നാഷണൽ അവാർഡിൻ്റെ ആവശ്യമില്ല മമ്മൂട്ടി എത്ര നല്ല നടനാണെന്നറിയാൻ. പക്ഷേ നമ്മൾ ഈ അവാർഡ് അംഗീകരിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നത് നാഷണൽ അവാർഡ് എന്ന് പറയുന്ന ഈ പരിപാടി മൊത്തത്തിലാണ്. അതായത് മമ്മൂട്ടിക്ക് ജോയിൻ്റ് അവാർഡാണ്. കൂടെ കിട്ടിയത് കാർത്തിക് ആര്യന്. പോട്ടെ. ബെസ്റ്റ് ഫിലിം ആർട്ടിക്കിൾ 370. പോട്ടെ. ബെസ്റ്റ് നോൺ ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിനെ പറ്റി ഉണ്ടാക്കിയൊരു ഡോക്യുമെൻ്ററി അക്ഷയ് കുമാർ അഭിനയിച്ചത്. പോട്ടെ. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ പുഷ്പ 2. പോട്ടെ. ബെസ്റ്റ് ഡയറക്ഷൻ അമരൻ്റെ ഡയറക്ടർ. ബെസ്റ്റ് ആക്ട്രസ് യാമി ഗൗതം ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അഭിനയിച്ചതിന്. ഇത്രയും നമ്പേഴ്സ്, ഇത്രയും പേരുകൾ കേട്ടതിന് ശേഷം ഈ മമ്മൂട്ടിക്ക് കൊടുത്ത നാഷണൽ അവാർഡ് മലയാളികളെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഒരു അവാർഡ് അതിന് വാല്യൂ കിട്ടണമെങ്കിൽ അതിൽ ഒരെണ്ണം കറക്റ്റായാൽ പോരാ, അതിലെല്ലാം കറക്റ്റാണ്. അതായത് ഞാനിപ്പോൾ ഒരു ഭാവിയിലൊരു ഫിലിം സ്റ്റുഡൻ്റാണ്. ആൻഡ് ഞാൻ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഏതാണെന്ന് കാണാൻ തീരുമാനിച്ചു. ഞാൻ ആലോചിക്കുന്നത് എന്താണ്, നാഷണൽ അവാർഡ് പടങ്ങൾ വെച്ച് നോക്കാം. അതാകുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഏറ്റവും നല്ല സ്ക്രീൻ പ്ലേ ഏതാണെന്ന്. 2026 വർഷം വരുമ്പോൾ എൻ്റെ മുമ്പിൽ കിടക്കുന്നത് പുഷ്പ 2 ആണ്. മഹാരാജ, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകൾ ഇറങ്ങിയ വർഷത്തിലെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ പുഷ്പ 2 ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ എന്ത് അവാർഡാണ് ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. നിങ്ങൾ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞൊരു 10 വർഷത്തെ അവാർഡ്സ് എടുത്തു. വന്നിട്ട് എല്ലാ അവാർഡും ഏതൊക്കെ സിനിമക്ക്, ഏതൊക്കെ സ്റ്റോറിക്ക്, ഏതൊക്കെ ഫിലിം മേക്കേഴ്സിന് പോയി, ഏതൊക്കെ ആക്ടേഴ്സിന് പോയി എന്ന് നിങ്ങൾ ചുമ്മാ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ യുക്തിയിൽ വിചാരിക്കുന്ന ഒരു തീരുമാനത്തിലെത്തുക. നാഷണൽ അവാർഡ് ഇനി ഫോളോ ചെയ്യണോ വേണ്ടയോ എന്ന്. ആൻഡ് ഇതിനെപ്പറ്റി കൂടുതൽ തർക്കിച്ച് സമയം കളയരുത്. കാരണം ഈ രാജ്യത്ത് ഇതിലും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സിനിമയ്ക്ക് മാത്രം ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ബെസ്റ്റ് പെർഫോമിംഗ് ആക്ടർ അവാർഡ് ഒരാൾക്ക് ഒബ്ജക്റ്റീവ്ലി കൊടുക്കാനാണെങ്കിൽ തൻ്റെ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരു സൈഡ് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് നിന്ന് കത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമരം നടക്കുമ്പോൾ, ഒരു ഭൂഹർത്താൽ നടക്കുമ്പോൾ, ഇതെല്ലാം നടക്കുമ്പോൾ പഞ്ചാബി അല്ലാത്ത ഒരാൾ, നേതാവ് തലയിൽ ടർബനും വെച്ച് മിത്രോ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ബെസ്റ്റ് പെർഫോമിംഗ് ആക്ടർ പുള്ളിക്ക് കൊടുക്കേണ്ടതാണ്.